ഇവിടെ പശുണ്ട്. പശുവല്ല, പോത്ത്. പോത്ത്. പശുണ്ട്, ആടുണ്ട്. പശു പറഞ്ഞ പോത്ത്. രണ്ട് പോത്ത്, രണ്ടാട്. ഇവിടെ കോഴിയില്ല ഗൈസ്. കൊക്കോ കൊക്കോ നെഹി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ വരാമെന്ന് പ്ലാൻ ചെയ്തപ്പം ആദ്യം തന്നെ ലൈക്ക് കഴിക്കണം എന്ന് വിചാരിച്ചൊരു സാധനമുണ്ട്. ആ ഒരു സാധനം കഴിക്കാനാണ് ഇപ്പം ഞാൻ എത്തിയത്. വേറെ ഒന്നല്ല, ഷഷ്ലിക് എന്നാണ് ഐറ്റം. എന്തായാലും ഓർഡർ ചെയ്ത് നോക്കട്ടെ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. പക്ഷേ ഉള്ളിൽ ആംബിയൻസ് ഇല്ല. ഷഷ്ലിക്കൊക്കെ കഴിക്കുമ്പം ആംബിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് അല്ലേ. സോ ഈ പുറത്തൊരു സ്പോട്ട് ഉണ്ട്, മാത്രം ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. ലൈക്ക് സാധാരണ നമ്മൾ വരുന്നുള്ളതൊക്കെ ഇന്ത്യൻ ഫുഡ്. വരുന്ന ആൾക്കാരെല്ലാം നമ്മൾ ഒന്നുകൂടെ ഇവിടുത്തെ ഉസ്ബെക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അല്ലേ ഗൈസ്. ഫൈനലി അങ്ങനെ ഷഷ്ലിക്ക് എത്തി. ഇങ്ങനെ തന്നെയാണാവോ? ഇതെന്ത് സാധനം? ഇതിങ്ങനെ കഴിക്കുന്നത് ഇങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു ഗൈസ്. സോ ഷഷ്ലിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് നമുക്ക് കഴിക്കുമ്പോൾ എത്രത്തോളം ടേസ്റ്റ് ഉണ്ട്, നമുക്കൊരു റോ ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഷഷ്ലിക്ക് കഴിക്കാതെ ഉസ്ബെക്ക് വരരുതെന്ന് എല്ലാവരും പറയുമ്പോൾ നമ്മൾ കഴിക്കുക, എന്നിട്ട് നല്ലതാണെന്നത് പറയാത്രേ ഉള്ളൂ. അതിനെ ഉണർത്താൻ ഇനിയിപ്പോൾ മന്തിയും ബിരിയാണിയും കഴിച്ച ആർക്കും ഈ ഷഷ്ലിങ്ങിന് ചിലപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മന്തി കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ബഡ്സിന്റെ ആക്ടിവിറ്റികൾ എന്തെങ്കിലും ഇവർക്ക് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ടാവാം.